നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേത്. മഹാഭാരത കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ റിജു രാമൻ. മഹാഭാരതത്തിലെ 5-ാമത്തെ അധ്യായമായിട്ടുള്ള ഉദ്യോഗപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള സേനോദ്യോഗ പർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അജ്ഞാതവാസമൊക്കെ കഴിഞ്ഞ പാണ്ഡവരെ കൗരവരുടെ അടുത്ത് ദൂതിന് ദ്രുപദൻ്റെ പുരോഹിതനെ അയക്കുന്നതിനോടൊപ്പം തന്നെ സേനകളെ സംഭരിക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ചാരന്മാർ മുഖേന അറിഞ്ഞിട്ട് ദുര്യോധനും തൻ്റെ പക്ഷത്തേക്ക് സേനകളെ കൂട്ടാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. അപ്പം ഈ കഥാഭാഗമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമാണ്. ഒരേ സമയം തന്നെ സമാധാന ചർച്ചയും അതിനോടൊപ്പം തന്നെ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും നടക്കുന്ന ഒരു രാഷ്ട്രതന്ത്രമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മഹാഭാരതത്തിലെ തന്നെ ഏറ്റവും വിശദമായിട്ടുള്ള ഒരു പുസ്തകം. അതായത് പദ്യത്തിൽ വ്യാസഭഗവാൻ എഴുതിയിട്ടുള്ള 1,20,000-ൽ പരം ശ്ലോകങ്ങളെ പൂർണ്ണമായിട്ടും മലയാളത്തിലേക്ക് ഗദ്യമായിട്ട് തർജ്ജമ ചെയ്ത വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ആൾ എഴുതിയ പുസ്തകം. അതാദ്യം 42 വാല്യങ്ങളായിരുന്നു. അത് പിന്നീട് DC ബുക്സ് ഏറ്റെടുത്ത് 6 വാല്യങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ കഥനം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണോ ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് അതേ രീതിയിൽ തന്നെ പുനർസൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു എളിയ ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എത്ര കാലം കൊണ്ട് തീർക്കാൻ പറ്റും എന്ന് അറിയില്ല. ഇപ്പോൾ ഏകദേശം 1.5 വർഷത്തിന് മുകളിലായി കഥ പറച്ചിൽ തുടങ്ങിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നാലും ആ കഥ പറച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ് ഒരിക്കൽ കൂടി. യുധിഷ്ഠിരൻ്റെയും ദുര്യോധൻ്റെ അടുത്തെത്തിയ സഹായികളായിട്ടുള്ള സൈന്യങ്ങളുടെ ചുരുങ്ങിയ വിവരണമാണ് നമ്മളിപ്പോൾ കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വൈശമ്പായനനാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യാദവന്മാരിൽ വീരനും സാത്വികി എന്ന പേരുമുള്ള മഹാവീരനുമായിട്ടുള്ള യൂഥാനനൻ യുധിഷ്ഠിരൻ്റെ അടുത്ത് 4 തരം സൈന്യങ്ങളുമായിട്ട് എത്തി. പല ദേശങ്ങളിൽ നിന്നും വന്നുചേർന്നവരും പലതരം ആയുധങ്ങൾ കൈവശമുള്ളവരും പരാക്രമികളുമായിട്ടുള്ള പോരാളികളെ കൊണ്ട് ആ യാദവ സൈന്യം തിളങ്ങി നിന്നിരുന്നു. മഴു, കുന്തം, ബിണ്ടിവാലം, പരിഖം, വടി, കയർ, വാളുകൾ, ചെറിയ വാളുകൾ, വില്ല്, ആവനാഴി, പലതരം അമ്പുകൾ എന്നീ ആയുധങ്ങൾ കൊണ്ടും സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടും ആ വലിയ സൈന്യം മിന്നലോടുകൂടിയ മേഘക്കൂട്ടം പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. യുധിഷ്ഠിരൻ്റെ സൈന്യത്തിൽ ഈ അക്ഷൗഹിണി കടലിൽ പുഴ ചേർന്ന് വരുന്നതുപോലെ വന്നു ചേർന്നു. അതുപോലെ തന്നെ ശക്തനായിട്ടുള്ള ചേതുരാജാവായിട്ടുള്ള ദുഷ്ടകേതു ഒരു അക്ഷൗണി സൈന്യവുമായിട്ട് യുധിഷ്ഠിരൻ്റെ അടുത്തും എത്തിച്ചേർന്നു. ബലവാനായിട്ടുള്ള ജരാസന്ധപുത്രൻ മഗധരാജാവായിട്ടുള്ള സഹദേവൻ ഒരു അക്ഷൗണി സൈന്യവുമായിട്ട് ധർമ്മപുത്രരുടെ അടുത്തെത്തിച്ചേർന്നു. കടൽ തീരത്ത് താമസിക്കുന്ന പാണ്ഡ്യരാജാവ് ഒട്ടേറെ പടയാളികളുമായിട്ട് യുധിഷ്ഠിരൻ്റെ അടുത്തെത്തി. അവൻ്റെ സൈന്യങ്ങൾ വളരെ വേഷപ്പൊലിമയോടും ശക്തിയോടും കൂടി മനോഹരമായിട്ട് ശോഭിച്ചു. പിന്നെ പല ദേശങ്ങളിൽ നിന്നുള്ളവരും ശൂരന്മാരുമായിട്ടുള്ള ദ്രുപദൻ്റെ സൈന്യം ദൃഷ്ടദ്യുമ്നോടൊപ്പം എത്തിച്ചേർന്നു. അതുപോലെ തന്നെ മത്സ്യരാജാവായിട്ടുള്ള വിരാടൻ മലകളിൽ വസിക്കുന്ന ആളുകളോടൊപ്പം യുധിഷ്ഠിരൻ്റെ അടുത്തെത്തി. പല ദിക്കുകളിൽ നിന്നും പലതരം കൊടികളുമായിട്ട് വന്ന സൈന്യങ്ങൾ ചേർന്നപ്പോൾ പാണ്ഡവർക്കായി 7 അക്ഷൗഹിണി സൈന്യം തികഞ്ഞു. കൗരവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് 7 അക്ഷൗഹിണികൾ എത്തിയത് കണ്ടിട്ട് യുധിഷ്ഠിരൻ വളരെയധികം സന്തോഷിച്ചു. അതുപോലെ തന്നെ ദുര്യോധനന് സന്തോഷം നൽകുന്ന രീതിയിൽ അവൻ്റെ അടുത്തേക്കും സൈന്യങ്ങൾ വന്നു ചേരാൻ വേണ്ടിയിട്ട് തുടങ്ങി. സ്വർണ്ണ കവചം ധരിച്ച ചീന പടയാളികളോടും കാട്ടുവാസികളായിട്ടുള്ള സൈനികരോടും കൂടി ഒരു അക്ഷൗഹിണി സൈന്യവുമായിട്ട് ഭഗദത്ത രാജാവ് എത്തി. ഭയങ്കരമായിട്ടുള്ള സൈന്യം കൊന്നപ്പൂക്കൾ വിരിഞ്ഞ കാടുപോലെ ശോഭിച്ചു. ശൂരനായിട്ടുള്ള ഭൂരിശ്രവസും ശല്യനും വെവ്വേറെ ഓരോ അക്ഷൗഹിണി സൈന്യവുമായിട്ട് ദുര്യോധനൻ്റെ അടുത്തെത്തി. കൃതവർമാവ് ഹാർദിക്കൻ എന്നുള്ള പേരിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ഭോജരാജാക്കന്മാരോടൊപ്പം ഒരു അക്ഷൗഹിണി സൈന്യവുമായിട്ട് ദുര്യോധനൻ്റെ അടുത്തെത്തി. പൂമാലി അണിഞ്ഞ വീരന്മാർ ചേർന്ന ആ സൈന്യം മതയാനകൾ നിറഞ്ഞ വനം പോലെ ഭംഗിയായി ശോഭിച്ചു. ജയദ്രഥന് മുതലായ സിന്ധു നദീ നിവാസികളായിട്ടുള്ള രാജാക്കന്മാർ വന്നു ചേരുമ്പോൾ ഭൂമി കുലുങ്ങിപ്പോയി. അവരുടെ അക്ഷൗഹിണി സൈന്യങ്ങൾ കാറ്റേറ്റുലയുന്ന കാടുകൾ പോലെ പ്രകാശിച്ചു. ശകന്മാരോടും യവന്മാരോടും കൂടി കാംബോജ രാജാവായിട്ടുള്ള സുദക്ഷിണൻ ഒരു അക്ഷൗഹിണിയോട് കൂടിയിട്ട് ദുര്യോധനൻ്റെ അരികിലെത്തി. ആ സൈന്യങ്ങൾ ഈയാമ്പാറ്റകളെപ്പോലെ കൗരവ സൈന്യത്തിൽ വന്നുചേർന്നു. അതുപോലെ തന്നെ മാഹിഷ്മതിയുടെ നാഥനായിട്ടുള്ള നീലൻ തെക്കേ ഇന്ത്യയിൽ നിന്ന് നീല ആയുധങ്ങളേന്തിയ രാജാക്കന്മാരോടൊപ്പം എത്തി. അസംഖ്യം സൈന്യമുള്ള ആവന്തി രാജാക്കന്മാർ വെവ്വേറെ ഓരോ അക്ഷൗഹിണി സൈന്യവുമായിട്ട് ദുര്യോധനൻ്റെ അടുത്ത് യുദ്ധത്തിനായി എത്തിച്ചേർന്നു. വീരന്മാരായിട്ടുള്ള 5 കേകയ സഹോദരന്മാരും ഓരോ അക്ഷൗഹിണി സൈന്യവുമായിട്ട് കൗരവർക്ക് പ്രിയപ്പെട്ടവരായിട്ട് അവിടെ എത്തിച്ചേർന്നു. പിന്നെ പല ദിക്കുകളിൽ നിന്നുമായി മറ്റ് രാജാക്കന്മാരോടൊപ്പം 3 അക്ഷൗഹിണി സൈന്യങ്ങൾ കൂടി വന്നുചേർന്നു. ഇത്തരത്തിൽ ദുര്യോധനന് ആകെ 11 അക്ഷൗഹിണി സൈന്യം തികഞ്ഞു. പല ദേശങ്ങളിൽ നിന്ന് വന്നവരും പലതരം കൊടിയുള്ളവരുമായിട്ടുള്ള അക്ഷൗഹിണികൾ അർജുനൻ ഉൾപ്പെടെയുള്ള പാണ്ഡവരോട് യുദ്ധം ചെയ്യാനായി ഹസ്തനപുരിയിലേക്ക് എത്തിച്ചേർന്നു.
എന്നാൽ ഇത്രയും വലിയ സൈന്യത്തിന് താമസിക്കാൻ ഹസ്തിനപുരിയിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് അവരെ പല സ്ഥലങ്ങളിലായിട്ടാണ് താമസിപ്പിച്ചത്. ധാരാളം ഭക്ഷണവും വെള്ളവുമുള്ള വിശാലമായിട്ടുള്ള മൈതാനങ്ങളും താമസിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളും നോക്കി കൂടാരങ്ങൾ നിർമ്മിച്ച് അവിടെ കൗരവരുടെ സൈന്യങ്ങളെ താമസിപ്പിച്ചു. പഞ്ചനദം, കുരുജാങ്കലം, രോഹിതകാരണ്യം, മരുഭൂമി, അഖിച്ഛത്രം, കാളകൂടം, ഗംഗാനദിയുടെ തീരം, വാരണം, വാടധാനം, യമുനാപർവ്വതം എന്നിവിടങ്ങളിലൊക്കെ സൈന്യങ്ങൾ വന്ന് നിറഞ്ഞു. ഇത്തരത്തിൽ ഒത്തുചേർന്ന സൈന്യങ്ങളെ കണ്ടിട്ട് പാഞ്ചാല രാജാവ് അയച്ച ദൂതനായിട്ടുള്ള പുരോഹിതൻ കൗരവരുടെ അടുത്തേക്ക് ഹസ്തിനാപുരിയിലേക്ക് പോയി. ഇത്രയും കൊണ്ട് നമ്മൾ സേനോദ്യോഗ പർവം എന്ന് പറയുന്ന ഒരു ഉപപർവം അവസാനിക്കുകയാണ്. ഇനി അടുത്ത ഉപപർവമായിട്ടുള്ള സഞ്ജയ യാനപർവം എന്ന് പറയുന്ന ഉപപർവം നമ്മൾ ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ധൃതരാഷ്ട്രരുടെയും വിതുരരെയും ഭീഷ്മരുടെയും ആതിഥ്യം സ്വീകരിച്ച ശേഷം ദ്രുപദരാജാവിൻ്റെ ദൂതനായിട്ടുള്ള പുരോഹിതൻ ദുര്യോധനെ ചെന്ന് കണ്ടു. രാജാവിനെ വണങ്ങി സുഖവിവരങ്ങൾ അന്വേഷിച്ച ശേഷം എല്ലാ സൈന്യാധിപന്മാരും കേൾക്കെ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: മഹാനുഭാവന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ശാശ്വതമായിട്ടുള്ള രാജധർമ്മം അറിയാവുന്നതാണല്ലോ. നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെ സന്ദർഭവശാൽ ഞാൻ പറയുകയാണ്. ധൃതരാഷ്ട്രരും പാണ്ഡവും ഒരേ രാജാവിൻ്റെ മക്കളാണ്. പൈതൃകമായിട്ടുള്ള സ്വത്ത് അവർ രണ്ടു കൂട്ടർക്കും ഒരേപോലെ അവകാശപ്പെട്ടതാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ധൃതരാഷ്ട്രൻ്റെ പുത്രന്മാർക്ക് പിതാവിൻ്റെ സ്വത്ത് ലഭിച്ചു. എന്നാൽ പാണ്ഡുവിൻ്റെ പുത്രന്മാർക്ക് അത് കിട്ടാതെ പോയത് എങ്ങനെയാണ്? ധൃതരാഷ്ട്രർ തടഞ്ഞു വെച്ചതുകൊണ്ടല്ലേ അവർക്കത് ലഭിക്കാതിരുന്നത്? പാണ്ഡവരെ കൊല്ലുവാൻ എന്തെല്ലാം തന്ത്രങ്ങൾ ഇവർ പരീക്ഷിച്ചു നോക്കി. എന്നാൽ പാണ്ഡവരുടെ ആയുസിൻ്റെ ബലം കൊണ്ട് അവരെ കൊല്ലുവാൻ സാധിച്ചില്ല. പാണ്ഡു മഹാരാജാവ് സ്വന്തം കഴിവുകൊണ്ട് വളർത്തിയെടുത്ത രാജ്യവും കൂടി ദുഷ്ടന്മാരായിട്ടുള്ള ധൃതരാഷ്ട്രപുത്രന്മാർ ശകുനിയോട് ചേർന്ന് ചതിയിലൂടെ കൈക്കലാക്കുകയല്ലേ ചെയ്തത്. ദുര്യോധനൻ കൽപ്പിച്ചതുപോലെ തന്നെ ആ വ്യവസ്ഥകൾ സംബന്ധിച്ച് 12 വർഷം അവർ കൊടുങ്കാട്ടിൽ കഴിഞ്ഞു. സഭയിൽ വെച്ച് ഭാര്യയോടൊപ്പം അപമാനം സഹിച്ചു. കാട്ടിലും പലവിധ കഠിനമായിട്ടുള്ള കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. മറ്റൊരു ജന്മം പോലെ വിരാടപുരിയിൽ ഒളിവിൽ താമസിക്കുമ്പോഴും ആ മഹാത്മാക്കൾ ഏറെ കഷ്ടപ്പെട്ടു. സജ്ജനങ്ങളായിട്ടുള്ള അവർ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു എന്ന് കരുതി ആ തെറ്റുകളൊക്കെ വിസ്മരിച്ച് സമാധാനത്തിനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അവരുടെ മനസ്ഥിതിയും ദുര്യോധനൻ്റെ സ്വഭാവവും കണക്കിലെടുത്ത് അവർക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള നിങ്ങൾ ധൃതരാഷ്ട്രപുത്രനെ പറഞ്ഞ് മനസ്സിലാക്കണം. ആ വീരന്മാർ കൗരവരുമായിട്ട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ലോകം നശിക്കാതെ തങ്ങളുടെ അവകാശം നേടിയെടുക്കാനാണ് പാണ്ഡവർ നോക്കുന്നത്. ബലവാന്മാരായിട്ടുള്ള അവർ തങ്ങളുടെ കാര്യം നേടിയെടുക്കാൻ പ്രാപ്തരാണ്. അതിശക്തരാണെങ്കിലും തങ്ങളാണ് യുദ്ധത്തിന് കാരണക്കാരെന്ന് വരുന്നത് അവർ ആഗ്രഹിക്കുന്നില്ല. ധർമ്മപുത്രന് 7 അക്ഷൗണി സൈന്യങ്ങൾ തയ്യാറായിട്ടുണ്ട്. അവർ രാജാവിൻ്റെ കൽപ്പന കാത്തു നിൽക്കുകയാണ്. 1000 അക്ഷൗണിക്ക് തുല്യരായിട്ടുള്ള വീരന്മാരായിട്ടുള്ള പുരുഷന്മാർ വേറെയുമുണ്ട്. ഭീമസേനൻ, നകുല സഹദേവൻ എന്നിവരൊക്കെ അത്തരത്തിലുള്ള വലിയ ബലമുള്ളവരാണ്. ഒരിടത്ത് 11 അക്ഷൗണി സൈന്യമുണ്ടെങ്കിൽ മറുവശത്ത് കരുത്തനായിട്ടുള്ള അർജുനൻ ഒരാൾ മാത്രം മതി. ഈ മുഴുവൻ സൈന്യത്തെക്കാളും മുകളിലാണ് അർജുനൻ്റെ സ്ഥാനം. അതേപോലെ തന്നെ മഹാനായിട്ടുള്ള കൃഷ്ണനും അർജുനനോടൊപ്പമുണ്ട്. പാണ്ഡവരുടെ സൈന്യശക്തിയും അർജുനൻ്റെ വീര്യവും കൃഷ്ണൻ്റെ ബുദ്ധിയും ഒത്തുചേരുമ്പോൾ പാണ്ഡവരോട് എതിർത്ത് നിൽക്കാൻ ആരുണ്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അതുകൊണ്ട് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ധർമ്മമനുസരിച്ച് അവർക്ക് നൽകേണ്ട വിഹിതം നൽകി സമയം കളയാതെ സമാധാനം സ്ഥാപിക്കുക എന്നതാണ്. വൈശമ്പായനൻ പറഞ്ഞു. പുരോഹിതൻ്റെ വാക്കുകൾ കേട്ട് ജ്ഞാനിയും തേജസ്വിയുമായിട്ടുള്ള ഭീഷ്മർ ആ ബ്രാഹ്മണനെ ആദരിച്ച് ഇപ്രകാരം പറഞ്ഞു: ഭാഗ്യത്താൽ അവർക്കെല്ലാം കൃഷ്ണനോടൊപ്പം ക്ഷേമം തന്നെയാണല്ലോ. ഭാഗ്യവശാൽ അവർക്ക് സഹായികളൊക്കെ ഉണ്ടായിരിക്കുന്നു. സഹോദരന്മാരായിട്ടുള്ള പാണ്ഡവർ സമാധാനം ആഗ്രഹിക്കുന്നു എന്നത് ഭാഗ്യം തന്നെ. ബന്ധുക്കളായിട്ടുള്ള പാണ്ഡവർ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നറിയുന്നതും സന്തോഷമുള്ള കാര്യമാണ്. അല്ലയോ ബ്രാഹ്മണ, അങ്ങ് പറഞ്ഞതെല്ലാം സത്യമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ബ്രാഹ്മണനായതുകൊണ്ട് അങ്ങയുടെ വാക്കുകൾ അല്പം കടുപ്പമുള്ളതായി പോയി എന്ന് എനിക്ക് തോന്നുന്നു. ആ ബ്രാഹ്മണർ കാട്ടിൽ നാട്ടിൽ മേറെ കഷ്ടപ്പെട്ടു. ധർമ്മമനുസരിച്ച് പിതാവിൻ്റെ സ്വത്തിന് അവകാശികളായിരുന്നിട്ടും അവർക്ക് വലിയ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അർജുനൻ അസ്ത്രവിദ്യയിൽ അറിവുള്ളവനും ബലവാനും മഹാനുമാണ്. ആ പാണ്ഡവരോട് എതിർത്ത് നിൽക്കാൻ ഈ ലോകത്ത് ആർക്ക് കരുത്തുണ്ട്? സാക്ഷാൽ ഇന്ദ്രന് പോലും അർജുനനോട് നേരിട്ട് ഏറ്റുമുട്ടാൻ കഴിയില്ല. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതുണ്ടോ? 3 ലോകവും അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞാലും അവനെ എല്ലാം തോൽപ്പിച്ചു വിടും എന്നാണ് എൻ്റെ അഭിപ്രായം. ഭീഷ്മർ സംസാരിക്കുന്നതിനിടയിൽ കർണൻ അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് ദുര്യോധനനെ നോക്കി പ്രകാരം പറഞ്ഞു: ലോകത്തിൽ ആർക്കും അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ അങ്ങ് വീണ്ടും വീണ്ടും പറയുന്നത്. ദുര്യോധനന് വേണ്ടിയിട്ട് ശകുനി ചൂതുകളയിൽ അവരെ തോൽപ്പിച്ചു. കരാർ അനുസരിച്ച് പാണ്ഡുപുത്രനായിട്ടുള്ള യുധിഷ്ഠിരൻ കാട്ടിലേക്ക് പോയി. ആ കരാർ ലംഘിച്ച് അവർ ഇപ്പോൾ പിതാവിൻ്റെ സ്വത്ത് ആവശ്യപ്പെടുകയാണ്. ബുദ്ധിശൂന്യെ പോലെ പാഞ്ചാലന്മാരെയും മത്സ്യരാജാവിനെയും കൂട്ടുപിടിച്ചവർ യുദ്ധത്തിന് വരികയാണ്. എന്നാൽ ദുര്യോധനൻ ഭയപ്പെട്ട് ഒരടി മണ്ണ് പോലും അവർക്ക് വിട്ടുകൊടുക്കില്ല. ധർമ്മം അനുസരിച്ചാണെങ്കിൽ ശത്രുവിനായാലും തൻ്റെ ഭൂമി വിട്ടുകൊടുക്കാൻ ദുര്യോധനൻ മടിയില്ല. പൈതൃകമായിട്ടുള്ള രാജ്യമാണ് അവർ ആഗ്രഹിക്കുന്നെങ്കിൽ കരാറിൽ പറഞ്ഞതുപോലെ വീണ്ടും കാട്ടിൽ പോയി അവർ താമസിക്കട്ടെ. അതിനുശേഷം ഭയമില്ലാതെ വന്ന് ദുര്യോധനൻ്റെ സംരക്ഷണത്തിൽ കഴിയട്ടെ. മൂഢത കൊണ്ട് അധർമ്മം പ്രവർത്തിക്കാതിരിക്കട്ടെ. അതല്ല, ധർമ്മം ഉപേക്ഷിച്ച് അവർ എതിർക്കുകയാണെങ്കിൽ അപ്പോൾ കാണാം. കൗരവരോട് ഏറ്റുമുട്ടുന്ന സമയത്ത് അവർക്ക് എൻ്റെ വാക്കുകൾ ഓർക്കേണ്ടി വരും. ഇത് കേട്ടിട്ട് ഭീഷ്മർ പറഞ്ഞു: രാധേയ, വീരവാദം മുഴക്കൊണ്ട് ഒരു കാര്യവുമില്ല. 6 മഹാരഥന്മാരെ അർജുനൻ യുദ്ധത്തിൽ തോൽപ്പിച്ചത്
നീ ഇത്ര പെട്ടെന്ന് മറന്നോ? പലപ്പോഴും അർജുനൻ പോരാടി ജയിക്കുന്നത് നീ കണ്ടതല്ലേ? ഈ ബ്രാഹ്മണൻ പറഞ്ഞതുപോലെ നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ അർജുനൻ്റെ കൈകളാൽ കൊല്ലപ്പെട്ട് നമ്മൾ മണ്ണിൽ വീഴേണ്ടി വരുമെന്ന് ഓർത്തുകൊള്ളുക. വൈശമ്പായനൻ കഥ തുടരുകയാണ്. കർണൻ്റെ അഹങ്കാരത്തോടു കൂടിയിട്ടുള്ള വാക്കുകൾ കേട്ട് ധൃതരാഷ്ട്രർക്ക് വിഷമം തോന്നി. അദ്ദേഹം ഭീഷ്മരെ ആദരിച്ചുകൊണ്ട് സന്തോഷിപ്പിക്കുകയും കർണനെ തള്ളിക്കൊണ്ട് ഇപ്രകാരം പറയുകയും ചെയ്തു. ഭീഷ്മർ നമുക്ക് ഗുണകരമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. പാണ്ഡവർക്ക് മാത്രമല്ല ലോകം മുഴുവനും നന്മയുണ്ടാകുന്ന ശാന്തമായിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹം സംസാരിച്ചത്. ഞാൻ തന്നെ ആലോചിച്ചിട്ട് സഞ്ജയനെ പാണ്ഡവരുടെ അടുത്തേക്ക് അയക്കാം. ഹേ ബ്രാഹ്മണ, അങ്ങിപ്പോൾ പാണ്ഡവരുടെ അടുത്തേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുക. ഇപ്രകാരം പറഞ്ഞ പുരോഹിതനെ സൽക്കരിച്ച് യാത്രയാക്കിയ ശേഷം ധൃതരാഷ്ട്രർ സഞ്ജയനെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു. എടൂ സഞ്ജയ, പാണ്ഡവന്മാർ ഉപപ്ലാവ്യത്തിൽ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നു. നീ പോയി അവരെ കാണണം. ഭാഗ്യവശാൽ ഇപ്പോൾ അങ്ങോട്ട് പോയി കാണാൻ അവസരം ലഭിച്ചത് ഉചിതമായി. യുധിഷ്ഠിരനെ വണങ്ങി അവരോടെല്ലാം സുഖവിവരങ്ങൾ അന്വേഷിക്കുക. കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരില്ലെങ്കിലും അവർ ഏറെ വിഷമങ്ങൾ സഹിച്ചു. അവർ നമ്മളോട് കൂറുള്ളവരും ദേഷ്യമില്ലാത്തവരുമാണ്. ഒരിക്കലും പാണ്ഡവരിൽ ചതി ഞാൻ കണ്ടിട്ടില്ല. അവർ അധ്വാനിച്ച് നേടിയ സ്വത്തെല്ലാം നമുക്കായി വിട്ടുതന്നു. അവരെ നിന്ദിക്കാൻ എത്ര ആലോചിച്ചിട്ടും അവരിൽ ഒരു കുറ്റവും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ധർമ്മത്തിനും ലക്ഷ്യത്തിനും ചേർന്ന കാര്യങ്ങൾ ചെയ്താണ് അവർ സന്തോഷം കണ്ടെത്തുന്നത്. സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ധർമ്മം ഉപേക്ഷിക്കില്ല. തണുപ്പിനെയും ചൂടിനെയും വിശപ്പിനെയും ദാഹത്തെയും ഉറക്കത്തെയും മടിയെയും സന്തോഷത്തെയും സങ്കടത്തെയും എല്ലാം അവർ ധൈര്യം കൊണ്ടും ബുദ്ധി കൊണ്ടും ശാന്തത കൊണ്ടും ജയിച്ച് ധർമ്മത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു. സന്ദർഭത്തിനനുസരിച്ച് അവർ സുഹൃത്തുക്കൾക്ക് ധനം നൽകും. അവരുമായിട്ടുള്ള ബന്ധത്തിൽ ഒരിക്കലും സൗഹൃദം നഷ്ടപ്പെടുന്നില്ല. പാണ്ഡവർ അർഹതയ്ക്കനുസരിച്ച് പണം നൽകിയും ബഹുമാനിച്ചും സുഹൃത്തുക്കളെ സന്തോഷിപ്പിക്കുന്നു. യുധിഷ്ഠിരൻ്റെ പക്ഷത്തിൽ ചീത്ത ബുദ്ധിയുള്ളവർ ആരുമില്ല. പാപിയും ബുദ്ധിശൂന്യനും ക്രൂരനുമായിട്ടുള്ള ഈ ദുര്യോധനും കൗശലക്കാരനായിട്ടുള്ള കർണനുമല്ലാതെ മറ്റൊരുത്തനും സുഖം ഉപേക്ഷിച്ച് ആ മഹാന്മാരെ ദേഷ്യം പിടിപ്പിക്കില്ല. പാണ്ഡവന്മാർ ജീവിച്ചിരിക്കെ അവരുടെ ധനം കൈക്കലാക്കാമെന്ന് ദുര്യോധനൻ വിഡ്ഢിത്തം കൊണ്ട് കരുതുന്നു. അജാതശത്രുവായിട്ടുള്ള യുധിഷ്ഠിരൻ്റെ സഹായികൾ ആരൊക്കെയാണെന്ന് നീ അറിയുന്നുണ്ടോ? അർജുനനും കൃഷ്ണനും ഭീമനും സാത്വികയും നകുല സഹദേവന്മാരും അവർക്കൊപ്പമുണ്ട്. അവരോട് പൊരുതിയാൽ രക്ഷപ്പെടാൻ കഴിയില്ല. പാണ്ഡവരുടെ വിഹിതം വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്. ഗാന്ധിവമേന്തി അർജുനന് ഈ ലോകം മുഴുവൻ ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയുമെന്ന് നമ്മൾ ഓർക്കണം. കൃഷ്ണൻ 3 ലോകത്തിൻ്റെയും നാഥനായിട്ടുള്ള മഹാത്മാവാണ്. എല്ലാ ലോകങ്ങൾക്കും അധിപനായിട്ടുള്ള അദ്ദേഹത്തെ എതിർക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആരുണ്ട്? പക്ഷിക്കൂട്ടങ്ങളെപ്പോലെ അതിവേഗത്തിൽ അമ്പുകൾ വർഷിച്ചുകൊണ്ട് വടക്കൻ രാജ്യങ്ങളെല്ലാം ജയിച്ച് ധനം നേടുകയും ഇന്ദ്രനുൾപ്പെടെയുള്ള ദേവന്മാരോട് എതിർത്ത് ഖാണ്ഡവത്തെ അഗ്നിക്ക് സമ്മാനമായി നൽകുകയും പാണ്ഡവന്മാർക്ക് കീർത്തിയും ബഹുമാനവും വർദ്ധിപ്പിച്ച വീരനുമാണ് അർജുനൻ. ഗത ഉപയോഗിക്കുന്നതിൽ മാനപ്പുറത്ത് കയറി യുദ്ധം ചെയ്യുന്നതിലും ഭീമനോട് തുല്യനായിട്ട് ഇന്ന് ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? ആയുധവിദ്യയിൽ അർജുനന് തുല്യനും ശാരീരിക ശക്തിയിൽ 1000 ആനകളുടെ കരുത്തുള്ളവനുമാണ് ഭീമൻ. ദേഷ്യം വന്നാൽ അവൻ എൻ്റെ ഈ പുത്രന്മാരെയെല്ലാം നശിപ്പിക്കും. ദേവേന്ദ്രന് പോലും ഭീമൻ്റെ ആ ദേഷ്യത്തെ തടയാൻ കഴിയില്ല. അർജുനൻ പരിശീലിപ്പിച്ച മാതൃപുത്രന്മാരായിട്ടുള്ള നകുലനും സഹദേവനും യുദ്ധത്തിൽ അതിവേഗതയുള്ള കൈകൾ ചലിപ്പിക്കുന്നവരും വലിയ ശക്തിയുള്ളവരുമാണ്. പരുന്തുകൾ പക്ഷികളെ പിടിക്കുന്നത് പോലെ അവർ ശത്രുക്കളെ ആക്രമിച്ച് നശിപ്പിക്കും. നമുക്ക് ഇപ്പോഴുള്ള സൈന്യബലം വലിയതാണെന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. പാണ്ഡവരുടെ മുമ്പിൽ അത് വളരെ ചെറുതാണ്. അവരുടെ സഹായികളിൽ ഏറ്റവും പ്രധാനിയാണ് ദുഷ്ടദ്യുമ്നൻ. ആ ഉത്തമനായിട്ടുള്ള പോരാളി തൻ്റെ ബന്ധുക്കളോടൊപ്പം പാണ്ഡവർക്ക് വേണ്ടിയിട്ട് മരിക്കാൻ പോലും തയ്യാറായി നിൽക്കുകയാണെന്ന് കേൾക്കുന്നു. യുധിഷ്ഠിരനോട് എതിർക്കാൻ ആരുണ്ട്? കൃഷ്ണൻ്റെ സഹായമായുള്ളവരോട് യുദ്ധം ചെയ്യാൻ ആർക്കാണ് ധൈര്യമുള്ളത്? മത്സരാജാവായിട്ടുള്ള വിരാടൻ പുത്രന്മാരോടൊപ്പം യുധിഷ്ഠിരൻ്റെ പക്ഷത്തുണ്ട്. രാജ്യം തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷയിൽ കേകയത്തിലെ 5 സഹോദരന്മാരും പാണ്ഡവരോടൊപ്പം ചേർന്നിട്ടുണ്ട്. ആ വീരന്മാരെല്ലാം യുധിഷ്ഠിരനോടുള്ള സ്നേഹം കാരണം അദ്ദേഹത്തിൻ്റെ കീഴിൽ വന്ന് താമസിക്കുന്നു. ഇങ്ങനെ പല പല രാജാക്കന്മാരും പാണ്ഡവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറായി യുധിഷ്ഠിരനെ ആശ്രയിച്ച് സന്തോഷത്തോടെ കഴിയുന്നു. മ്ലേച്ഛന്മാരും ഉന്നത കുലജാതരായിട്ടുള്ള മലനിരകൾ താമസിക്കുന്നവരും പലതരം ആയുധങ്ങളുമായിട്ട് പാണ്ഡവരെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. സമാനതകളില്ലാത്ത ലോകവീരനും ഇന്ദ്രതുല്യനുമായിട്ടുള്ള പാണ്ഡ്യരാജാവ് പലവിധ ആയുധവിദ്യകൾ അറിയുന്ന പോരാളികളോടൊപ്പം പാണ്ഡവർക്കൊപ്പം നിൽക്കുന്നു. ഭീമരിൽ നിന്നും ദ്രോണരിൽ നിന്നും കൃഷ്ണാർജുനന്മാരിൽ നിന്നും അസ്ത്രവിദ്യ പഠിച്ച പ്രദ്യുമ്നന് തുല്യനായിട്ടുള്ള സാത്വികയും പാണ്ഡവപക്ഷത്താണ്. ചേതി കാരുഷദേശത്തെ രാജാക്കന്മാരും പാണ്ഡവരോടൊപ്പം ചേർന്നിരിക്കുന്നു. സൂര്യനെപ്പോലെ തിളങ്ങി നിന്നവനും ലോകത്തിലെ വില്ലാളികളിൽ മുൻപന്തിയിൽ ഉണ്ടാവനുമായിട്ടുള്ള ശിശുപാലനെ കൃഷ്ണൻ നേരത്തെ തന്നെ കൊലപ്പെടുത്തി. മറ്റ് രാജാക്കന്മാരുടെ എല്ലാം ആത്മവീര്യം തകർത്താനും പാണ്ഡവരുടെ ബഹുമാനം വർദ്ധിപ്പിക്കാനുമാണ് കൃഷ്ണൻ അന്നത് ചെയ്തത്. ശിശുപാലൻ്റെ വധം കണ്ടുനിന്ന മറ്റ് രാജാക്കന്മാർ കൃഷ്ണനോട് എതിർക്കാൻ നിൽക്കാതെ സിംഹത്തിൻ്റെ മുൻപിൽപ്പെട്ട ഭീരുക്കളെപ്പോലെ മൃഗങ്ങളെപ്പോലെ ഓടി മറയുകയാണല്ലോ ഉണ്ടായത്. ഒറ്റയ്ക്ക് എതിർത്ത് വരുന്ന കൃഷ്ണനോട് പൊരുതാൻ ധൈര്യപ്പെട്ട ശിശുപാലനും കാറ്റിൽ വേരി വീണ കുന്നമരം പോലെ കൃഷ്ണൻ്റെ കൈകളാൽ തന്നെ മരിച്ചു വീണു. അതോർക്കുമ്പോൾ മറ്റ് രാജാക്കന്മാരുടെ അവസ്ഥ എന്തായിരിക്കും? പാണ്ഡവർക്ക് വേണ്ടി കൃഷ്ണൻ ഇപ്രകാരം പല പരാക്രമങ്ങളും ചെയ്യുന്നുണ്ട്. വിഷ്ണുവിൻ്റെ ഇത്തരം പ്രവൃത്തികളെ ഓർക്കുമ്പോൾ എനിക്കൊരിക്കലും സമാധാനം ലഭിക്കുന്നില്ല. ആ കൃഷ്ണൻ പാണ്ഡവരെ സഹായിക്കുമ്പോൾ അവരെ തോൽപ്പിക്കാമെന്ന് ആരും മോഹിക്കേണ്ട. കൃഷ്ണനും അർജുനനും ഒരേ തേരിലാണെന്ന് കേട്ട് എൻ്റെ ഹൃദയം ഭയം കൊണ്ട് വിറയ്ക്കുന്നു. എൻ്റെ മകനായിട്ടുള്ള ദുര്യോധനൻ അവരോട് യുദ്ധത്തിന് പുറപ്പെടുന്നത് നല്ലതിനല്ല. അവർ കൗരവകുലത്തെ മുഴുവൻ നശിപ്പിച്ചു കളയും. അർജുനൻ ഇന്ദ്രന് തുല്യനാണ്.
കൃഷ്ണൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ്. എൻ്റെ മകൻ ഇതൊന്നും ഓർക്കുന്നില്ല. കുന്തിയുടെ മകനായിട്ടുള്ള യുധിഷ്ഠിരനാവട്ടെ തേജസ്സയും ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നവനുമാണ്. ദുര്യോധനനാൽ വഞ്ചിക്കപ്പെട്ട ആ ധർമ്മിഷ്ഠൻ ദേഷ്യപ്പെട്ടാൽ മതി എൻ്റെ മക്കളെല്ലാം ഇല്ലാതാകാൻ. കൃഷ്ണാർജുനന്മാരെയോ ഭീമനെയോ ഒക്കെക്കാൾ കൂടുതൽ ഞാൻ ഭയപ്പെടുന്നത് യുധിഷ്ഠിരനെയാണ്. കോപിക്കുന്ന ധർമ്മരാജാവിൻ്റെ സങ്കടം ഓർക്കുമ്പോഴാണ് ഞാൻ എപ്പോഴും പേടിക്കുന്നത്. മഹാതപസ്യായിട്ടുള്ള ആ പാണ്ഡവൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാതെ വരില്ല. യുധിഷ്ഠിരൻ്റെ ദേഷ്യം കാണുമ്പോൾ എൻ്റെ ഭയം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ നീ ചിന്തിച്ചു നോക്കുക. ഉടനെ തന്നെ തേരിലേറി പുറപ്പെടുക. പാഞ്ചാല രാജാവിൻ്റെ കൂടാരത്തിൽ ചെന്ന് അജാതശത്രുവായിട്ടുള്ള യുധിഷ്ഠിരനെ കണ്ട് സ്നേഹത്തോടെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം. ഉദാരനും വീരനുമായിട്ടുള്ള കൃഷ്ണനോടും പാണ്ഡവരോടും എൻ്റെ വാക്കുകളാൽ സുഖവിവരങ്ങൾ ചോദിക്കുകയും ധൃതരാഷ്ട്രർ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്ന് അറിയിക്കുകയും വേണം. കൃഷ്ണൻ പറയുന്നതല്ലാതെ യുധിഷ്ഠിരൻ പ്രവർത്തിക്കുകയില്ല. പാണ്ഡവരുടെ പ്രിയപ്പെട്ട കൃഷ്ണൻ എപ്പോഴും അവരുടെ കൂടെ തന്നെ നിൽക്കും. അതുകൊണ്ട് നീ കൃഷ്ണനെ പ്രത്യേകം ബഹുമാനിക്കണം. അവിടെ അവരോടൊപ്പം കഴിയുന്ന പാണ്ഡവർ, സഞ്ജയന്മാർ, കൃഷ്ണൻ, സാത്യകി, ദ്രുപദപുത്രന്മാർ 5 പേർ എന്നിവരോടെല്ലാം എൻ്റെ പേരിൽ കുശലം ചോദിക്കണം. അവിടെ അവരോടൊപ്പം കഴിയുന്ന പാണ്ഡവർ, സഞ്ജയന്മാർ, കൃഷ്ണൻ, സാത്യകി, വിരാടൻ, ദ്രുപദപുത്രന്മാർ 5 പേർ എന്നിവരോടെല്ലാം എൻ്റെ പേരിൽ കുശലം ചോദിക്കണം. അവിടെ ചെന്നെത്തിയാൽ നിങ്ങൾ അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. ഭാരതവംശരുടെ നന്മയ്ക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ വേണ്ട കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. യുദ്ധമുണ്ടാക്കാൻ കാരണമാകുന്ന ഒന്നും തന്നെ രാജ്യസഭയിൽ വെച്ച് നിങ്ങൾ മിണ്ടരുത്. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ധൃതരാഷ്ട്ര മഹാരാജാവ് പറഞ്ഞ വാക്ക് കേട്ട് ഉപപ്ലാവ്യത്തിൽ ചെന്ന് ധർമ്മപുത്രനെ കണ്ട് വന്നിച്ചതിന് ശേഷം സഞ്ജയൻ സന്തോഷത്തോടെ സുഖവിവരങ്ങൾ ചോദിച്ചു. ഭാഗ്യവശാൽ ഇന്ദ്രൻ തുല്യനായ അങ്ങയെ സഹായികളോടും ആരോഗ്യത്തോടും കൂടിയിട്ട് കാണാൻ സാധിച്ചു. ബുദ്ധിമാനും വയസ്സായവനുമായിട്ടുള്ള ധൃതരാഷ്ട്ര മഹാരാജാവ് അങ്ങയുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നു. ഭീമനും അർജുനനും നകുലസഹദേവന്മാർക്കും സുഖമല്ലേ? ദ്രുപദപുത്രിയും വീരപത്നിയും സത്യവതിയുമായിട്ടുള്ള പാഞ്ചാലിക്കും സുഖമല്ലേ? അല്ലയോ ഭാരതവംശജനെ, നീ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചുകൊണ്ടല്ലേ ഇപ്പോൾ കഴിയുന്നത്? യുധിഷ്ഠിരൻ പറഞ്ഞു, സഞ്ജയ, അങ്ങേക്ക് സ്വാഗതം. അങ്ങയെ കണ്ടതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ സഹോദരന്മാരോടൊപ്പം സുഖമായി വസിക്കുന്നു. കുരുവംശത്തിലെ മുതിർന്ന ആളായ ധൃതരാഷ്ട്ര രാജാവിൻ്റെ സുഖവിവരങ്ങൾ പല വർഷങ്ങൾക്ക് ശേഷം അങ്ങയിലൂടെ കേൾക്കാൻ കഴിഞ്ഞതിൽ മഹാരാജാവിനെ നേരിട്ട് കണ്ട സന്തോഷമാണ് ഞങ്ങൾക്കുണ്ടാകുന്നത്. മുത്തച്ഛനും തേജസ്സയും മഹാനുമായിട്ടുള്ള ഭീഷ്മർക്ക് സുഖമല്ലേ? ആ മഹാത്മാവിന് മുമ്പത്തെ പോലെ തന്നെ ഞങ്ങളോട് സ്നേഹമില്ലേ? ധൃതരാഷ്ട്ര മഹാരാജാവ് പുത്രന്മാരോടൊപ്പം സുഖമായി കഴിയുന്നില്ലേ? കൗരവരിൽ പ്രമുഖരായിട്ടുള്ള ബാഹ്ലികൻ, സോമദത്തൻ, ഭൂരിശ്രവസ് തുടങ്ങിയവർക്കെല്ലാം സുഖമല്ലേ? സത്യവാനായിട്ടുള്ള ശല്യനും മക്കളോടൊപ്പം സുഖമായിട്ടിരിക്കുന്നല്ലോ. ബ്രാഹ്മണിൽ പ്രമുഖനായിട്ടുള്ള കൃപർക്ക് സുഖമല്ലേ? ലോകത്തിലെ വില്ലാളികൾ പ്രധാനികളായിട്ടുള്ള എല്ലാവരും കൗരവർക്ക് നന്മ നേർന്നുകൊണ്ട് അവിടെ ഇല്ലേ? ശസ്ത്രവിദ്യയിൽ മിടുക്കരായിട്ടുള്ള ആ വില്ലാളികളെ കൗരവരാജാവ് വേണ്ടതുപോലെ ബഹുമാനിക്കുന്നില്ലേ? കൗരവരുടെ ഇടയിൽ താമസിക്കുന്നവനും നല്ല സ്വഭാവമുള്ളവനും വില്ലാളിയുമായിട്ടുള്ള അശുദ്ധാത്മാവ് ആരോഗ്യവാനായിട്ട് കഴിയുന്നില്ലേ? മഹാബുദ്ധിമാനും രാജപുത്രനും യുയുത്സുവിനും വിഡ്ഢിയായിട്ടുള്ള ദുര്യോധനൻ്റെ ഇഷ്ടം മാത്രം നോക്കുന്ന കർണനും സുഖമല്ലേ? കൗരവരിലെ മുതിർന്നവർക്കും അമ്മമാർ, മരുമക്കൾ, മക്കൾ, സഹോദരിമാർ, അവരുടെ മക്കൾ, കൊച്ചുമക്കൾ, അടുക്കളപ്പണിക്കാർ, ദാസീദാസന്മാർ എന്നിവരൊക്കെ കപടതയില്ലാതെ സ്നേഹത്തോടെ സംരക്ഷിക്കപ്പെടുന്നില്ലേ? ബ്രാഹ്മണർക്ക് രാജാവ് മുൻപേ നിശ്ചയിച്ചതുപോലെ ഉപജീവനത്തിനുള്ള വഴി നൽകുന്നില്ലേ? ഞാൻ മുമ്പ് ബ്രാഹ്മണർക്ക് നൽകിയ ഗ്രാമങ്ങൾ അവർക്ക് തിരിച്ചു നൽകേണ്ടി വന്നിട്ടില്ലല്ലോ. മക്കളോടൊപ്പം കഴിയുന്ന ധൃതരാഷ്ട്ര മഹാരാജാവ് ബ്രാഹ്മണരെ അവഗണിക്കുന്നില്ലല്ലോ. സ്വർഗത്തിലേക്കുള്ള വഴിയായിട്ടുള്ള ബ്രാഹ്മണ സംരക്ഷണത്തിൽ നിന്ന് രാജാവ് ഒരിക്കലും തെറ്റിപ്പോകില്ലല്ലോ. പരലോകത്ത് പുണ്യം നൽകുന്നതും ജീവിതത്തിന് ഐശ്വര്യം നൽകുന്നതുമായിട്ടുള്ള വിപ്രപൂജ ആ വിഡ്ഢികൾ മുടക്കുകയാണെങ്കിൽ കൗരവർക്ക് വലിയ നാശം സംഭവിക്കും. ധൃതരാഷ്ട്രർ ഇങ്ങനെയൊക്കെ ഓർത്തുകൊണ്ട് തന്നെയാണോ പ്രവർത്തിക്കുന്നത്? മന്ത്രിമാരെ രാജാവ് വേണ്ടതുപോലെ പരിഗണിക്കുന്നില്ലേ? അവർക്കിടയിൽ ശത്രുക്കൾ മിത്രഭാവത്തിൽ കടന്നുകൂടി ഭിന്നതയുണ്ടാക്കുന്നുണ്ടോ എന്ന് രാജാവ് ശ്രദ്ധിക്കാറില്ലേ? കൗരവരിൽ ആരെങ്കിലും പാണ്ഡവരെക്കുറിച്ചൊരു കുറ്റം പറയാറുണ്ടോ? ദ്രോണരോ കൃപരോ അശുദ്ധാത്മാവോ ഞങ്ങളെക്കുറിച്ചിട്ട് മോശമായിട്ട് പറയാറുണ്ടോ? മക്കളോടൊപ്പം നിൽക്കുന്ന ധൃതരാഷ്ട്രനല്ലേ കൗരവർ ചെയ്യുന്ന തെറ്റുകൾക്ക് ഉത്തരവാദി? ശത്രുക്കളെ ആക്രമിക്കാൻ വരുമ്പോൾ യുദ്ധത്തിന് മിടുക്കനായിട്ടുള്ള അർജുനനെ അവിടെ എല്ലാവരും ഓർക്കുന്നുണ്ടോ? ഗാന്ഡീവധാരിയായിട്ടുള്ള അർജുനൻ ഇടിമിന്നൽ പോലെ വില്ലുകുലച്ച് അമ്പുകൾ വർഷിക്കുന്നത് അവിടെ എല്ലാവരും ഓർക്കുന്നില്ലേ? അർജുനനേക്കാൾ മികച്ചവനോ അല്ലെങ്കിൽ അവന് തുല്യനുമായിട്ടുള്ള മറ്റൊരു പോരാളി ലോകത്തിലില്ലെന്നും ഒരൊറ്റ പിടിയിൽ 60 അമ്പുകൾ ഒരേ സമയം എയ്യാൻ അവന് സാധിക്കുമെന്നും അവർ അറിഞ്ഞിട്ടില്ലേ? പുല്ല് നിറഞ്ഞ കാട്ടിൽ ആനയെന്ന പോലെ ശത്രുക്കളെ ഭയപ്പെടുത്തിക്കൊണ്ട് ഗദയുമായി ചുറ്റി നടക്കുന്ന ഭീമസേനനെ അവർ ഓർക്കുന്നില്ലേ? കലിംഗന്മാരെ തോൽപ്പിച്ചവനും ഇടതും വലുതും ഒരേപോലെ അമ്പയ്യാൻ കഴിവുള്ളവനുമായിട്ടുള്ള സഹദേവനെ ഓർക്കുന്നില്ലേ? പണ്ട് ശിബിരാജാക്കന്മാരെയും ത്രികർത്തന്മാരെയും തോൽപ്പിച്ചവനും കരുത്തനുമായിട്ടുള്ള നകുലനെയും അവർ ഓർക്കുന്നില്ലേ? ദുർമന്ത്രണത്തിൻ്റെ ഫലമായി ഘോഷയാത്രയ്ക്ക് പുറപ്പെട്ട് ദൈതവനത്തിൽ വെച്ചിട്ട് ശത്രുക്കളുടെ പിടിയിൽപ്പെട്ട ആ വിഡ്ഢികളെ ഭീമനും അർജുനനും ചേർന്ന് മോചിപ്പിച്ചത് അവർ മറന്നിട്ടില്ലല്ലോ. അന്ന് യുദ്ധത്തിൽ അർജുനന് ഞാനും ഭീമനും മാതൃപുത്രന്മാരും പിന്തുണ നൽകി ശത്രുക്കളെ തുരത്തിയപ്പോൾ അർജുനൻ ശത്രുസൈന്യത്തെ ഓടിക്കുകയും ദുര്യോധനും കൂട്ടുകാർ രക്ഷപ്പെട്ട് ജീവനോടെ സ്വന്തം വീട്ടിൽ മടങ്ങിയെത്തുകയും ചെയ്തത് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അവരത് മറന്നിട്ടില്ലല്ലോ.
ഏത് വിധത്തിലും വിജയം നേടുവാൻ ഞങ്ങൾ ശക്തരാണെന്ന് അറിഞ്ഞിട്ടും അവർ എതിർത്ത് നിൽക്കുകയാണല്ലോ. ഈ സാഹചര്യത്തിൽ നല്ലതായ ഒരു കാര്യം ചെയ്ത് ആ ധൃതരാഷ്ട്രപുത്രനെ അന്വയിപ്പിച്ച് സമാധാനം നേടാൻ കഴിയുന്നതല്ലേ? ഇത്രയും കാര്യങ്ങൾ യുധിഷ്ഠിരൻ സഞ്ജയനെ അറിയിച്ചു. ഇനി എന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇതുവരെ എന്നോടൊപ്പം ക്ഷമയോട് കൂടിയിട്ട് കൂട്ടത്തിൽ കൂടിയ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.